ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചില്ലി സോസേജാണ്. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് സോസേജ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലുലു പോയപ്പോൾ വാങ്ങിയതാണ്. അത് നമുക്ക് വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, സോയാ സോസ്, ഉപ്പ്, ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഇളക്കിയിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഇനി ടൈമില്ലെങ്കിൽ അപ്പം തന്നെ എടുക്കാം കേട്ടോ, അതിൽ വിഷയമൊന്നുമില്ല. ഞങ്ങൾ അപ്പം തന്നെ ചെയ്തത്. അതിൽ കഴിഞ്ഞ് നമ്മൾ സവാള, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയിലയും പുതിനയിലയും ഉണ്ടെങ്കിൽ ഇടാം. ഞങ്ങളതിൽ ഉണ്ടായിരുന്നില്ല, ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞതാണ്. പിന്നെ സോസുകൾ സോയാ സോസ് വേണം, ടൊമാറ്റോ വേണം, ചില്ലി വേണം. പിന്നെ ഇവിടെ ഇടിച്ച മുളക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മുളക് എടുത്തത് ക്രഷ് ചെയ്തെടുത്തതാണ്. നല്ല ചില്ലി, നല്ല എരിവ് വേണ്ടേ, അതിന് വേണ്ടിയാണ്. ഇത് നല്ല ചൂടോടുകൂടി കഴിച്ചാലാണ് കേട്ടോ നല്ല ടേസ്റ്റ്. എന്തുണ്ടാക്കിയാൽ ചൂടോടി കഴിക്കണം. നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് ഒരു പാൻ വെക്കാം. കഴിഞ്ഞ ദിവസം ലുലു പോയപ്പോൾ വാങ്ങിയതാണ്. ഞങ്ങൾ കുറേ നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മിക്ക പാത്രങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ പൂത്ത പോലെയൊക്കെ ഒരു ഇതില്ലാണ്ടായിപ്പോയി. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ബിരിയാണി പോട്ടിലും ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ 2 പാത്രങ്ങളൊക്കെ വാങ്ങി. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, ഓയിലുണ്ട്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി. നമുക്കത് കുറേച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ, വളരെ സിമ്പിളാണ്. നമുക്ക് എത്ര അധികം ടൈമില്ലാണ്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. നല്ല ടേസ്റ്റുമാണ് ഇത്. പിന്നെ പിള്ളേർക്കൊക്കെ സോസേജ് കൂടുതലും ഇഷ്ടമാണ് അവർക്ക്. ചിക്കൻ്റെ സോസേജാണ്. പിന്നെ നമുക്കത് നന്നായിട്ട് ഇളക്കി മറിച്ച് യോജിപ്പിച്ചെടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോൾ അധികം നമുക്ക് എണ്ണയും വേണ്ട, കുറച്ച് എണ്ണ മതി. ആദ്യമായിട്ട് ഉണ്ടാക്കണ പിള്ളേരാണെങ്കിൽ കുറച്ചൊക്കെ നീങ്ങിയിരുന്നോട്ടെ, വെളിച്ചെണ്ണയൊക്കെ തെറിച്ച് മേത്തേക്ക് ചെയ്യണ്ട. അതേ കണ്ട സോസേജൊക്കെ നല്ല ഫ്രൈ ആക്കി എടുത്തന്നാൽ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് സവാളയും ചെറുതായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ട് സവാളയും ഇട്ടൊന്ന് പയ്യൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ക്യാപ്സിക്കവും ഇട്ട് അധികം ഇതാവണ്ട, പച്ചപ്പ് മണമൊന്ന് മാറിയാൽ മതി. നമ്മളിപ്പോൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയൊക്കെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കുക. ചില്ലി സോസ് ഞാൻ അങ്ങനെ അളവൊന്നും നോക്കണില്ല, നിങ്ങളൊക്കെ വേണമെങ്കിൽ അളവൊക്കെ നോക്കിയിട്ടിട്ടോ. ഇതിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വലിയ അളവ് ഒരു ഏകദേശമൊക്കെ മനസ്സിലാവും. സോയാ സോസ്, പിന്നെ അതിൻ്റെ കൂടെ ടൊമാറ്റോ, ഇത് 3 ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിനകത്തേക്ക് കോൺഫ്ലവർ പൊടി ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്. കലക്കിയ കോൺഫ്ലവർ പൊടിയും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതധികം ടൈം വേണ്ട, നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അതേ ഇടിച്ച മുളകിട്ട്, കാരണം നല്ല എരിവ് വേണം. പിന്നെ എരിവ് വേണ്ടാത്തവർക്ക് ഇതൊക്കെ ഒഴിവാക്കാം കേട്ടോ. പക്ഷേ നല്ല എരിവിന് നല്ല ചൂടോടി കഴിച്ചത് നല്ല ടേസ്റ്റാണ്. തണുത്തതിന് വലിയ ടേസ്റ്റില്ല, ചൂടോടി കഴിക്കണം. അതെ ഇത് കോൺഫ്ലവർ കലക്കിയത് വെള്ളത്തിൽ കുറച്ച് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കുക. കുറച്ചൊന്ന് തീ കുറച്ചിടണേ, ഒരുപാട് തീയിലിടണ്ട. എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അത് വേണമെന്ന് മല്ലിയില, പുതിനയിലൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. സോസേജ് പൊരിച്ചത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് പിള്ളേർക്കും നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, സുഖമാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചൊക്കെ കടിച്ച് തിന്നെ എങ്ങനെ വേണമെങ്കിലും എന്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കട്ടെ, നല്ല ടേസ്റ്റാണ്. നമ്മൾ കുബൂസ് വാങ്ങിക്കുമ്പോൾ അതിങ്ങനെ പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫ്രൈ ഒക്കെ വെച്ച് കൊടുത്തിട്ടൊക്കെ കടിച്ചിനാൽ നല്ല ടേസ്റ്റാണ്. പിള്ളേർ അങ്ങനെയൊക്കെ കാണിച്ച് ഇവിടെ കഴിക്കണ കാണാം. അവർ നല്ല ടേസ്റ്റാണ് ഉമ്മയെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ കഴിക്കണ്ടായിരുന്നു. പിന്നെ അതെ അടിപൊളിയായി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ലൈക്ക് ഷെയർ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.